ചിരിച്ച കേൾക്കണല്ലേ? തുടക്കം ഇന്ന് ഇവിടത്തെ സ്റ്റാഫുകൾക്ക് നമ്മൾ ഓണത്തിന് ഇലയിൽ വെക്കാനുള്ള ശർക്കര വരട്ടി, കായ വറുത്തത്, വെട്ടുകായ, അതൊക്കെ മേടിക്കണ്ടേ? കമോൺ എല്ലാം ഇവിടെ ഇല്ലേ? ഒന്നുമില്ലാത്തില്ലേ? ഇതില്ലാണ്ട് എന്ത് ഓണം ഗൈസ്. ശർക്കര വരട്ടി എടുത്തു. ഇനി കായ വറുത്തതിന്റെ ചെറിയ കട്ടുള്ളത് പുറത്തുണ്ടോ? നോക്കിയാ മതി. അതാ സെയിം. നമ്മുടെ ബനാന ചിപ്സ് എടുത്തിട്ടില്ല. ഇതില്ലാണ്ട് ഇലയിൽ നമുക്ക് സങ്കല്പിക്കാൻ വയ്യ. കഴിച്ചോ കഴിച്ചില്ലെന്നല്ല, അതവിടെ കാണണം. ലഭിച്ചു എല്ലാം കഴിഞ്ഞ് അതൊക്കെ പറക്കി വീടിന്റെ ഫ്രണ്ടിൽ പോയി തീറ്റിണ്ട്. അപ്പൊ ഇവിടെ ശർക്കര വരട്ടി 4 കെട്ട് ഇല്ലെന്ന് തോന്നുന്നു. ഇതില്ലേ, ഇത് 4 പീസായിട്ട് വരുന്നതില്ലേ? ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ ഈ 2 എടുത്തിട്ടുണ്ട്. അയ്യോ അതുപോലെ 1 കിലോ എടുത്തോ. ആ ആ പൊന്നപ്പൻ പിന്നെ സാമ്പാർ നമ്മൾ സാമ്പാർ കിട്ടിയായിരുന്നു. സാമ്പാർ കിട്ടില്ല എല്ലാവരും ഉണ്ട്. എല്ലാവരും നമുക്ക് വെക്കാൻ പറ്റും. തിരക്ക് പിടിച്ച ഓണം കുറച്ച് ഓണം സദ്യകൾ ഐറ്റംസിന്റെ പർച്ചേസിംഗ് കഴിഞ്ഞു ഗൈസ്. മിനിറ്റ് മതി. സൂപ്പർ സൂപ്പർ ഒട്ടിയ കുറ്റി.
ആരത്? ഹായ്. രാജിനെ വിളിച്ചേ. വാ. ഇതാരാ? ഓണപ്പണികൾ. ഈ പണി തന്നെയാണോ? അതെ. വെച്ചിട്ട് എന്തുണ്ടാക്കണം? ഓണസദ്യക്ക് വിഭവങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ ഓണസദ്യ പള്ളിയില് ഓണസദ്യ ഓണവർഷത്തിൽ കഴിച്ചപ്പോ നീ എന്താ പറഞ്ഞേ? ഇനിയിപ്പോ സാമ്പാർ മാത്രം മതി. അങ്ങോട്ട് പണിയാ. എന്തൊക്കെ വേണം? ഒരു ഉദ്ദേശം പറയും. അവിയൽ വേണം, ചാളം വേണം, അതുപോലെ ബീട്രൂട്ട് തോരൻ വേണം, കാബേജ് തോരൻ വേണം, അതുപോലെ സാമ്പാർ വേണം, ചോറ് വേണം. എന്നോട് അപ്പൊ പറഞ്ഞ സാമ്പാറും കാബേജ് മാത്രം മതി. പപ്പടങ്ങളുണ്ടോ? അപ്പൊ എന്തായാലും നമ്മള് നമ്മുടെ മൾട്ടിപ്പിൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ഐറ്റം സാമ്പാർ കഷ്ണങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇതിന്ന് ഞാൻ കുറെ അങ്ങോട്ട് കരിഞ്ഞു വെക്കും. ഇതും സാമ്പാർ കഷ്ണം വേണോ? ഇത് കാബേജ് തോരൻ എന്തായാലും ഞാൻ ഉണ്ടാക്കും. അപ്പൊ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് എന്തായാലും മാറ്റി വെച്ചിട്ട് ഐറ്റംസ് വെച്ചിട്ട് അടിച്ചിട്ടുണ്ട് പാശം. അടിച്ചപ്പോഴേക്ക് നോക്ക് ഇതായിട്ട് നോക്ക് ചേട്ടന് ക്യാബേജ് കൊത്തെ. അപ്പൊ ക്യാബേജ് കുനുകുനുകുന വളരെ മറ്റൊരു സാധനത്തുമ്പോ നമ്മുടെ വിച്ചപ്പം അരിഞ്ഞ് മഞ്ഞപ്പൊടി ഉപ്പിട്ട് പരത്തി അവിടെ വെക്കും. അപ്പോഴേക്കും ഞാനിത് അരിഞ്ഞ് സാമ്പാർ കഷ്ണങ്ങൾ, അവിയൽ കഷ്ണങ്ങൾ, പിന്നെന്താ കാളൻ, പിന്നെ പറ്റുന്ന വെച്ചാൽ ബീട്രൂട്ട്. അപ്പൊ എന്തായാലും ഇതിന്ന് നമ്മൾ ഒക്കെ കുറേശ്ശല്ലേ വരുന്നു. ക്യാരറ്റ് എന്ന് പറയും. യെസ്. അപ്പൊ ഞങ്ങളുടെ ഉത്രാടം ഉടനെയായി ആഘോഷങ്ങള് അല്ലേ? അപ്പൊ നമ്മുടെ കൂടെ കൂടിക്കോ. ഹാപ്പി ഉത്രാടം. യെസ്, ഹാപ്പി ഉത്രാടം. അപ്പൊ ഉപയോഗിക്കും. അത് കർഷകരുടെ സൈഡൊക്കെ അരിയും. എന്താ സാമ്പാർ കഷ്ടം കൊണ്ട് 50,000 കറി ഉണ്ടാക്കും വേണം. ചൊറിയമായിട്ട് വന്നാ നിന്റെ അപ്പയ്ക്ക് കൊടുക്കും. നീ തന്നെ കഴിച്ചാ മതി. ചേന ചൊറിയമായിട്ട് നിന്റെ അപ്പയ്ക്ക് കൊടുക്കണം വിളിച്ചിട്ട്. ഇതാരായിരിക്കണേ? ജൂനിയർ ചേട്ടൻ ചെറുപ്പത്തില് എനിക്കും ചുട്ടിക്കും വെച്ചതായിരുന്നു. ഇങ്ങനെ ക്യാബേജിന്റെ മോളിൽ തളർത്തി എടുത്തിട്ട് തലയിൽ വെച്ച് അപ്പൂസ് പാതിക്ക് വെച്ചിടണോ ഞാൻ തല വെച്ച. എന്നിട്ട് പറയും മാർപ്പാപ്പയെന്ന്. മാർപ്പാപ്പ അമ്മക്ക് വയ്ക്കാൻ വരുന്നുണ്ട്. ഈശോ നീ എൻ ജീവനിൽ നിറയേണം. ഞാൻ മാർപ്പാപ്പയെ
പൊന്നപ്പൻ ഏയ് എന്താണ് ഇത്ര ആളായിട്ട് പരിപാടി? എന്തൊട്ട് പരിപാടി ഇതാ നീ ഇതൊക്കെ ചെയ്യുക. ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് കുറച്ച് കറികളൊക്കെ വെച്ച് തരിക. ഞാൻ അപ്പം കൂടി തിന്ന, ആദിസും കൂടി തിന്ന അല്ലേ ആദി? അല്ലടാ ആദി? യെസ്, പായസം അപ്പഴം പായസം വെച്ചരാം. പായസം വെക്കാം. ആദിച്ച് 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 ഹായ് പറഞ്ഞേ. ഹായ് ഹായ് പറഞ്ഞേ. ഷോ അപ്പൂലെ കൂട്ടുകാരോട് എന്താ പറയാ? അതില് നോക്കി വിഷയം. എന്റെ പ്രിയ മിത്രങ്ങളെ, നിങ്ങൾ ഇത് കാണുന്നുണ്ട് എന്നറിയാം, എന്നാലും ഹാപ്പി വേണം, നന്നായി വാ. സോ വിഷിംഗ് യു ഓൾ ഹാപ്പി ഓണം. ഞങ്ങൾ എല്ലാവരും വൈബടിക്ക് ഓണൊക്കെ കഴിഞ്ഞിട്ട് പൂവുണ്ട്, ട്രിപ്പിങ്ങും കറങ്ങാനൊക്കെ. അതെ, അപ്പൊന്നെ ഈ വട്ടം ഓണാഘോഷം ഉണ്ടായിരുന്നില്ല, മൂഞ്ചി തെറ്റിരിക്കായിരുന്നു. അത് സത്യം നല്ലൊരു കാര്യത്തിനാണ്. കാരണം ഞങ്ങളെ സ്കൂളിൽ നിന്ന് നല്ലൊരു വലിയൊരു എമൗണ്ട് വയനാടിന്റെ ഈ ചാരിറ്റിക്ക് വേണ്ടി ഡൊണേഷൻ വേണ്ടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനാൽ ഓണം പരിപാടിയൊക്കെ ഞങ്ങൾ മാറ്റി. സത്യം പറഞ്ഞാൽ പിള്ളേ ഗേൾസ് ഒക്കെ ഡ്രസ് കോഡ് എടുത്തു, ഡ്രസ് സ്റ്റിച്ച് ചെയ്ത് എല്ലാവർക്കും ക്ലാസ്സിൽ വെച്ച് ഇതല്ല നിന്റെ അതല്ല നിന്റെ കവറിൽ കൊടുത്തു. ബോയ്സ് പക്ഷെ ബുദ്ധികളുടെ ഒരു ഷർട്ടല്ലേ, കാരണം ഒരു വേണോ വേണമെന്ന് ലിസ്റ്റ് എഴുതി തുടങ്ങിയതാണല്ലോ. ബോയ്സിന്റെ പൈസ അപ്പൊ ഗേൾസിന്റെ പൈസ മൂഞ്ചി. അപ്പൊ ഞാൻ കോഡൊന്നുമില്ല, നമ്മള് ഒരു വട്ടം കോഡ് എടുത്തത് എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാറുള്ള ഒരു കോഡുണ്ട് അതില് മറ്റോ വടംവലിക്കോട്. വടംവലിക്കോടല്ല, അവിടെ അല്ലേ ഉണ്ടായിരുന്നേ കോഡ്? വടംവലിയ. ആ, അവിടെ ഒരു കോഡ് ഉണ്ടായിരുന്നല്ലേ? അത് ഫെയർവെല്ലിന് ഓണത്തിന് കൊടുത്തിട്ടില്ലേ. വടംവലിക്ക് യൂണിഫോം ഇവിടത്തല്ലേ പറഞ്ഞേ? തൃശ്ശൂർ ഓണത്തിന്റെ കോഡൊന്നല്ല, കോഡ് ഞാൻ ഫെയർവെല്ലിനിട്ട് അത് വേണ്ടായിരുന്നു തോന്നിയില്ല. അപ്പൊ അത് കാരണം കോഡൊന്നും ഇടില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഓണം സെലിബ്രേഷൻ ഇല്ല. കൊറേ എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഓണം സെലിബ്രേഷൻ സ്റ്റാറ്റസ് കാണുമ്പോ വിഷമൊന്നുമില്ല, പക്ഷെ ചെറിയ സങ്കടം. വിഷമൊന്നുമില്ല പോലോ, ചെറിയ സങ്കടം. അതാണ് വിഷമം. ഞാൻ എനിക്ക് ഇന്നലെ അതിന്റെ മുമ്പ് അത് വിഷമം തോന്നിയത്. കാരണം ആദ്യത്തെ സ്കൂളിൽ സെലിബ്രേഷൻ കഴിഞ്ഞു, സദ്യയും പരിപാടിയൊക്കെ ആയ സംഭവം. നമുക്ക് നമ്മുടെ പള്ളിയിലോ സദ്യയും പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ എന്നാലും ഇവന്റെ സ്കൂളിലെ ലാസ്റ്റ് ഇയറാണ്. പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് ഭയങ്കര വൈബ്, അത് മിസ്സായില്ലേ. പ്ലാനിങ്സ് ഉണ്ടായിരുന്നു, എല്ലാവരും പ്ലാൻ ചെയ്യുന്നതെല്ലാം തകരാറും. ഇന്നിപ്പോ ഒരു പ്ലാനിങ് കൊണ്ട് വന്നിട്ടുണ്ട് ഓണത്തിന്റെ സിനിമ. എന്നിട്ട് ഞാൻ കണ്ടത് ആവേശം തിയേറ്ററിൽ സ്റ്റാറ്റസ് ഇട്ടതോ. പക്ഷെ ഇത് അഭിനവിന്റെ ഒപ്പം പോണ, അത് കാരണം ഒരു കുഴപ്പമില്ല, ഭരത്തിന്റെ ഒപ്പം പോണ. ഇതിന്റെ ക്ലൈമാക്സ് പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ടോവിനോ മരിക്കും. വെള്ളച്ചാട്ടത്തിന് അവിടുത്തെ ഫൈറ്റിലും ടോവിനോ കുത്ത് കിട്ടി മരിക്കും. അല്ല, കുത്ത് കിട്ടിയിട്ട് കായത്തിന്റെ പേരൊക്കെ കൊണ്ടുവരുന്നു. ആർക്കേജി നെയ്തൊക്കെ സാമ്പാറിന് കായം മേടിക്കണം. അതില് ലാസ്റ്റ് ടോവിനോ കുത്ത് കിട്ടി മരിക്കണതാ. നാട്ടുകാരൊക്കെ നിന്ന് കരയും. സത്യം പറയാനോ ഞങ്ങൾക്ക് പടം കാണാൻ പോണെന്നുണ്ട്, പക്ഷെ പോവാൻ പറ്റണില്ല. പക്ഷെ
ഇതില് ലാസ്റ്റ് ആവുമ്പോഴേ മറ്റേ കള്ളന്റെയും ഈ കള്ളന്റെ ഒക്കെ അവസ്ഥ കാണിക്കല്ലോ. ആ മറ്റേ ശരിക്കുള്ള അജയൻ മരിക്കണത് എന്നെ നിന്നിട്ട് നാട്ടുകാരൊക്കെ നോക്കി നിക്കുമ്പോ കരഞ്ഞിട്ടേ അപ്പൊ ഒരു താഴത്തെ കത്തിയെടുത്ത് എറിയടി, കത്തിയെടുത്ത് ഒറ്റ അറസ്റ്റാ. ഞങ്ങക്ക് കൈ കിട്ടി, ഞാൻ പറഞ്ഞപ്പോ കണ്ടാന്ന്. അപ്പൊ അപ്പൂസ് പോവാതിരിക്കണ കാരണം കത്തിയെടുത്ത് ഒറ്റ അറസ്റ്റാ. കത്തി ഇവിടെയാ കൊള്ള പള്ളയില്. ടോമിന്റെ ബാക്കിലേക്ക് വീഴുന്നിട്ട് ഇങ്ങനെ ടോമിന്റെ ബാക്കിലേക്ക് വീഴൂടാ വെള്ളത്തിലേക്ക്. ഈ ടൈമിൽ മലയാളം ഇപ്പോ ഈ ഒരു ഇറങ്ങിയൊരു നാല് പടങ്ങളല്ലേ അത് പറയണെങ്കിൽ നാക്കോടിക്കണം. കിഷ്കിണ്ട കാന്തോ കിഷ്കിണ്ട കാന്തം, അതുപോലെ തന്നെ ARM ബാഡ് ബോയ്സ് കൊണ്ടുവരും. 4 ആൾക്കാര് ഓരോ ട്രെയിലറിന്റെ ഓരോ റിവ്യൂസിന് കുമ്മാട്ടികളി. ഈ പടങ്ങളെല്ലാം ഇറങ്ങിയപ്പോ എല്ലാവരും ട്രെയിലേഴ്സിന്റെയും റിവ്യൂസിന് അടി കിട്ടുക. ഇതിപ്പോ കൺഫ്യൂഷൻ ആണല്ലോ ഭാവന, ഏത് പടത്തിനെ പോകണ്ട, എല്ലാം പോസിറ്റീവ് റിവ്യൂസ് പറഞ്ഞാണ്. ഞങ്ങളപ്പോ എല്ലാവരും ബോയ്സ് ആയിട്ട് പോണ കാരണം ഫൈറ്റ്. ബാഡ് ബോയ്സ് നല്ല പടമാണ്, കോമഡി ഫിലിമാണ്, പക്ഷെ അത് ഫാമിലിയും കൂടി ആയിട്ട് പോണം. അപ്പൊ ഞാൻ ശരിക്കും ആദ്യം വാഴ പ്ലാൻ ചെയ്ത വേണേ കഥ പറഞ്ഞാട്ടാ പൊന്നു. ഞാനുള്ള സത്യമുള്ള കഥ പറഞ്ഞ ടോവിനോ മരിക്കും. അപ്പൊ അവിടെ പോകുമ്പോ ലാസ്റ്റ് ഫൈറ്റില് മറ്റേ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്നുള്ള ഫൈറ്റിൽ എല്ലാരും അയ്യോ അജയാന്നോണ്ട് കരയണ നേരത്ത് അതെയാ അജയാ അതാ ഈ വീട്ടില് അടാ അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോവാണെന്ന് വഴി അറിയില്ല. ഞാൻ കട്ടുപടിയാൻ പറ്റി വഴിതിട്ട് പറയാ ഞാൻ 5 രൂപ കൊടുത്ത് ഒറ്റയ്ക്ക് വീട്ടില് ഞാൻ 5 രൂപ കൊടുത്തിട്ട് ഞാൻ ബസ്സിൽ പോയിട്ട് തൃശ്ശൂർ ടൗൺ പോലത്തെ റൗണ്ടാണ് പോത്തങ്കോട് റൗണ്ട്. അവിടെ ചെന്നിട്ടേ പൊന്നെന്തിനാ നിറച്ചീണേ, പൊന്നു ഈ പോയിന്റിൽ നിൽക്കും. എന്നിട്ട് ഇവിടുന്ന് വണ്ടി എടുത്ത് പോയിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്നിട്ട് ഈ പോയിന്റിൽ എത്തിയിട്ട് ആ ചേട്ടനോട് വഴി ചോദിക്കും. ഒരു ചേട്ടൻ കാണും, അപ്പൊ അവിടെ വഴി ചോദിക്കും. അപ്പൊ ചേട്ടൻ പറയും അങ്ങനെയല്ല, അവര് പറയും റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്നാന്ന് പറയും. അപ്പൊ പൊന്നു ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ലെഫ്റ്റ് പോയിട്ട് ഇങ്ങനെ വരാൻ പറയാം. അപ്പൊ ലെഫ്റ്റ് പോയിട്ട് പിന്നെ വന്നിട്ട് ഈ പോയിന്റിൽ തന്നെ പിന്നെ എത്തും. അടുത്ത അപ്പൊ വേറെ ചേട്ടനാണ് ഉണ്ടാവുക. അപ്പൊ ആ ചേട്ടനോട് ചോദിക്കാം, ആ ചേട്ടൻ പറയും ലെഫ്റ്റ് എന്ന് പറയും. അപ്പൊ പിന്നെ പൊന്നു കറങ്ങും. അങ്ങനെ വരുമ്പോ ഞാൻ കാണാനില്ല. അതാ പറഞ്ഞ ഓരോ കടയുടെ അപ്പുറത്തെ കൊണ്ട് നിർത്തുന്നത്, പിന്നെ തിരിഞ്ഞു വന്നിട്ട് പിന്നെ മാത്രല്ല ഞാൻ നോക്കുമ്പോ ഞാൻ മാത്രം അങ്ങട് ബാക്കി എല്ലാവരും ഇങ്ങട്. അപ്പൊ ഞാൻ വിചാരിച്ചു പൊന്ന് മണ്ണേക്കോട് അങ്ങട് പോവാ പൊന്നു എതിർ ദിശയില്. ദൈവമായിട്ട് തിരക്കില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വല്ല പാണ്ടില്ല ഒരു വന്നെങ്കിൽ കാണായിരുന്നു. മറ്റേ ഒരാളിങ്ങനെ കൈ കൊണ്ട് ഹായ് പൊന്നു അല്ലേ. ഇതെന്തെല്ലാ വണ്ടികളും ഇങ്ങനെ ഇങ്ങനെ പോവാ, ഞാൻ മാത്രം അങ്ങട്. ഞാൻ ഓഫീസിലിരിക്കുമ്പോഴാണ് പൊന്നു അപ്പനോട് പറയാ, പൊന്നു ഇവിടെ നിന്ന് കുറച്ചേരം മുന്നേ പോയി, പൊന്നുനെ കാണാനില്ല എന്ന് എന്നോട് സിമ്പിളായിട്ട്. അപ്പൊ ഞാൻ പൊന്നുനെ കാണാനില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ അപ്പൊ പറഞ്ഞു പുറത്തേക്ക് പോയാ ഗ്രോട്ടയിലേക്ക് പോകുന്നതാ പറഞ്ഞു. ആ അപ്പൊ ഞാൻ പറഞ്ഞേ
എത്ര മണിക്ക് പോയി? 7 മണിയായപ്പോ പോയി തന്ന്. ഇപ്പൊ സമയം 9 വന്നിട്ടില്ലല്ലേ? ഉഗ്രോട്ടൽ ചിലപ്പോ ഇരിക്കണ്ടാവും, പ്രാർത്ഥിച്ചിരിക്കണ്ടാവും. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു 10:30 കാലൊക്കെ ആയപ്പോ വിളിച്ചു ചോദിച്ചു, എത്തിയാ ചോദിച്ചപ്പോ പറഞ്ഞു ആ വന്നു 10:30 ആയപ്പോ. ആ ഓക്കെ. 10:30 വരെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കായിരുന്നു സ്ഥലം അറിയാതെ. അടിച്ചുകൂട്ടം കുറുമ്പ് കാണിക്കണ്ട. അടിച്ചുകൂട്ടം എല്ലാതും കളിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളാച്ചിട്ടാണ്. മൊട്ടമണി തങ്ങടം വന്നു ദേഷ്യം വന്നു. ഇനി ഇടിച്ചു പൊളിക്കലാണ് ദേഷ്യം. ആ ഡിഷ് ഞങ്ങളെ അരിഞ്ഞ് സഹായിക്കുന്നുണ്ട്. അയ്യോ ആ ഡിഷിന്റെ അരിയാളത് പോയി. രക്ഷിക്ക് അല്ല കട്ടി. ആ കട്ടി അത് ശരിഞ്ഞു തരാണ്. എന്നാ വഴുതനങ്ങ മരിക്കും. പൊന്നോ വേഗാവട്ടെ. ചാടി നിക്ക്. ഇവിടെ എല്ലാരും കൂടി ഇരിക്കാൻ വേണ്ടി വന്നതാ. ചിമ്പുന് ഓണക്കുളി വിളിക്കാൻ പോണ. ചിമ്പു ഓണക്കുളി ഇല്ല ചിമ്പോ. ടാറ്റാ ചിമ്പു ടാറ്റാ. ഓണക്കുളി ടാറ്റാ. ഓണക്കുളി ടാറ്റാ. അല്ലാതെ അരിഞ്ഞ് സഹായിക്കാണ് അല്ലേ? ആദികൂട്ടനാണ്. കഴിഞ്ഞ വട്ടം ആദികൂട്ടൻ എന്താ ചെയ്തിരുന്ന മുന്നോ? ഉറങ്ങായിരുന്നു അല്ലേ? ഈ വട്ടം ആദികൂട്ടനാണ് സഹായിക്കണേ. തക്കാളി ചതഞ്ഞ് ഷെറ്റായില്ല? ആദി ഷെറ്റായി. നമ്മുടെ ചിമ്പനും ഞങ്ങളുടെ കൂടെ ഉത്രാടത്തിന് ഇരിക്കുന്നുണ്ട്. നമ്മുടെ പച്ചക്കറി കരിയണ നോക്കി ചിമ്പക്കൂട്ട ഇരിക്കണ. ചിമ്പാൻ രുമ എടുത്ത ചിമ്പു. രുമ അതെ ഞങ്ങളുടെ പൊന്നു ഇതൊക്കെ എത്ര അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തയ്യാറായി. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ വരും. ആണ്ടാ ഇവിടെ ഒരാള് ഡാൻസ്. പെണ്ണേ പൂ സെറ്റാക്കുമ്പോ ഓലനിലേക്കുള്ള പാല് പിടിക്കാണ് നോക്കിയാ. ബീട്രൂട്ട് പച്ചടിക്കുള്ള ബീട്രൂട്ട് കഴിച്ചു. അവിയില് അടപ്പത്തിട്ടു. എല്ലാ പണിയും കഴിഞ്ഞു. ഇതില് സാമ്പാർ കയറ്റി. ഓലൻ വേവിച്ചു. ഓലന്റെ കുമ്പളങ്ങ വേവിച്ചു വെച്ചു. മോര് കറിക്കുള്ള പീസ് വേവിച്ചു വെച്ചു. തേങ്ങ അവിയിലേക്ക് അരയ്ക്കാൻ വെക്കുന്നു. ഇനി അല്ല ഇത് അവിയിലേക്കല്ല, മോര് കറിയിലേക്ക്. ഇത് അവിയിലേക്ക്, ഇത് ഓലനിലേക്ക്. അങ്ങനെ ഇവിടെ തകൃതി നടക്കാണ് ഗൈസ്. അപ്പൊ നിങ്ങളുടെ അവിടെ പൂട്ടിലെന്തായി? ഞങ്ങളവിടെ പൂ കട്ട് ചെയ്തോണ്ടിരിക്കാണ് ഗൈസ്. വേണ്ട അടിച്ചു കുട്ടൻ ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഞങ്ങളിവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സ്റ്റക്കാക്കിയപ്പോ ആദ്യകൂട്ടം ഇങ്ങോട്ട് ഓടി വന്നതാ. അപ്പൊ നമ്മുടെ പൂവൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് 2 കളർ പൂവാ മേടിച്ചിട്ടുള്ള. ആകെ കുറച്ച് പൂവാ മേടിച്ചുള്ളൂ. അമ്പൂരിക്ക് പൂവാ മേടിച്ചുള്ളൂ. അമ്പൂരിക്ക് കൂടെ ഇഷ്ടം പോലെ ഉണ്ട്. അതെ. അപ്പൊ അതെ ആദിച്ച് പാട്ട് വയ്ക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ഇനി ബാക്കിയുള്ളത് വിശേഷങ്ങൾ കാണിക്കാം ഗായ്സ്. ആടി ടാറ്റ പറഞ്ഞ ടാറ്റ. നമ്മുടെ അനുക്കുട്ടിയുടെ വീട്ടില് ഇവിടെ ട്രിവാൻഡ്രത്ത് ഓണത്തിനൊക്കെ സ്പെഷ്യല് പലഹാരങ്ങൾ ഉണ്ടാക്കണ പരിപാടിയാണ്. അപ്പൊ അതേ നമുക്ക് ഉണ്ണിയപ്പം ആൾക്കാരാണ് ഇവിടെ. വിച്ചു അപ്പൂസൊക്കെ വിളിച്ചോണ്ട് തന്നെ ഡാൻസ് കളിക്കും. വെക്കാൻ പാട്ട് വെക്കാൻ. എന്താ മുന്നത്? കാളൻ.
അവിടെ കേബേജ് കറി ഒറ്റയ്ക്ക് മരണമാസ് സാമ്പാർ കഴിഞ്ഞു. അബീനെ വേവിച്ച് വെച്ചു. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഓലൻ ഉണ്ടാക്കി. ബീട്രൂട്ട് പച്ചടി. ബീട്രൂട്ട് അല്ല ബീട്രൂട്ട് പച്ചടി. ഇനി പപ്പടം പായസം നാളെ. അതെ ഉള്ളപ്പെട്ട ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നതാണ്. ഒരു മാസം എടുക്കുക. ഞാനൊക്കെ 1 മണിക്കൂറിനുള്ളിൽ ഇത്രയും കറിയിലേക്ക് ഞാൻ വെച്ച് വേറെ വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോ ഞാൻ ഇടയിൽ പോയിട്ട് ചിഞ്ചു പോയി ഒളിച്ചു. ചിഞ്ചു അവിടെ നിന്ന് ഒളിച്ചു നോക്കൂ. വിച്ചുവിന്റെ ബർത്ത്ഡേ വീഡിയോക്ക് ഞാൻ ഈ ചിഞ്ചുവിനെ അറിയാം. പുതിയ സബ്സ്ക്രൈബേഴ്സിനാണ് അറിയാത്തുള്ളൂ. ഈ ചിഞ്ചുവിനെ ഇവിടെ നിന്ന് നമ്മളെ വീടിന്റെ 3 വീട് അപ്പുറമുള്ള പിള്ളേരെ അവിടെ ഇരുട്ടത്ത് വരുത്തിച്ച് ഗിഫ്റ്റ് കൊടുത്ത് അവളുടെ വീട്ടിൽ വെച്ച് അവിടെ പോയി അത് മേടിച്ച് ഇവിടെ ഈ ഗ്യാസ് കുറ്റിക്ക് അപ്പുറത്ത് ഒളിപ്പിച്ച് വെച്ച് മാസമായി. അതെ ചിഞ്ചുവിന്റെ കാര്യം ഓണം കഴിഞ്ഞ ഓണപരിപാടി ചിഞ്ചു ഉണ്ണിയപ്പണ്ടാക്കായിരുന്നു. ആ ഉണ്ണിയപ്പാണ് ഇപ്പൊ കഴിച്ചത്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ട്. കേടലാൻ ഇവിടെ ഇവര് ഓണത്തിനൊക്കെ ഉണ്ണിയപ്പം പലഹാരങ്ങൾ ഉണ്ടാക്കും. നമ്മള് പലഹാരം ഒന്നും ഉണ്ടാക്കില്ല. നാളെ ബോളി കൂട്ടിയിട്ടുള്ള പായസം അല്ലേ? സ്പെഷ്യൽ അല്ലേ? ഇവിടുത്തെ ബോളിയാണ് കഴിക്കുന്നത്. നമുക്ക് അവിടെ ആ പരിപാടി നമ്മളത് ആദ്യമായിട്ട് കേൾക്കുന്നത് ബോളി. ഞങ്ങൾ സിബിയിൽ പറഞ്ഞിട്ടുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ട്, ബോളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ പിന്നെ നമ്മുടെ അനിക്കുട്ടി, ആദീസ്, അപ്പൂസ് കോപ്പിറൈറ്റ് കൊണ്ടുപോകാൻ അവിടെ ഡാൻസ് ഭയങ്കര ഡാൻസ്. അപ്പൂസും എല്ലാവരും കൂടി ഭയങ്കര ഡാൻസാ. ചിമ്മിന് നമ്മൾ എന്തായാലും ഉറങ്ങണ സമയം. അപ്പൊ പിന്നെ കുഴപ്പമില്ലാണ് റൂമിലാക്കി വെച്ചിട്ട് അങ്ങനെ ഗൈസ്. ഇവിടെ നമ്മളെ കണ്ട നിങ്ങൾ കറികള് പുള്ളി സാധനം കണ്ട നല്ല മഞ്ഞ കളറായിട്ട് കിട്ടുന്നുണ്ടാ. യെസ്, ഇത് വൈലറ്റ് കളറായിട്ട് കിട്ടുന്നുണ്ടാ. വാവ്, വെള്ള കളർ. യെസ്, ഇതില് ഈ തേങ്ങ അരച്ചത് ഇടണം ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ കറികള്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് സെറ്റ് ആയിട്ട് കാട്ടിട്ട് ഞങ്ങള് എല്ലാ പരിപാടിയും കഴിഞ്ഞു. അകത്തത്തെ കൊല്ലം അവിടെ കുക്കിംഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ എല്ലാ റീൽസ് എഡിറ്റിങ് കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ വെട്ടി സെറ്റാക്കി. അപ്പൊ ഇനി ഞങ്ങള് ആദ്യം ഉറങ്ങിട്ടാ. അപ്പൊ ഞങ്ങള് ഇനി ഇവിടെ ഈ 2 പൂക്കൾ കളർ വെച്ചിട്ട് നമ്മളിവിടെ പൂക്കളം സെറ്റ് ചെയ്യാൻ പോകണം. യെസ്, തിരുവോണപ്പൂക്കളം സെറ്റ് ചെയ്യാൻ പോകണം ഗൈസ്. അപ്പൊ ഓർഡർ വന്നിട്ട് വയ്യ. പുലർച്ചക്ക് ഇരിക്കുന്ന പുലർച്ച പാതിര പുലർച്ച 1 മണി. ഒഴിവുള്ളവരൊക്കെ ഉണങ്ങും. ഞങ്ങളുടെ പരിപാടികള് സദ്യവട്ടത്തിന്റെ കാര്യങ്ങളും പൂക്കളിടലും കാര്യങ്ങളൊക്കെ ചെയ്യും. അത്തത്തിന് പൂക്കളിടാനായിട്ട് അപ്പൂസിന്റെ എക്സാം ആയതുകൊണ്ട് അപ്പൂസ് പഠിക്കുന്നു. അത് കഴിഞ്ഞ് നേരത്തെ നിൽക്കേണ്ട കാരണം കിടന്നു തുടങ്ങി. എത്ര തരം? 2 തരം ധാരാളം. നല്ല കോമ്പിനേഷൻ കളറല്ലേ? അപ്പൊ ഓണായിട്ട് ഗഡികളായിട്ട് പടത്തിന് പോണില്ലേ? എന്നാ പോണേ? അതെന്നാ? ഓണം കഴിഞ്ഞ് പിറ്റേന്നില്ലേ? ആദ്യം തിരക്കരിക്കും. നേരത്തെ ബുക്ക് ചെയ്യുക. അതല്ല, ഓണത്തിന് ആൾക്കാർ പടത്തിനൊക്കെ പോയി. പിന്നെ തിങ്കളാഴ്ച മുടക്കല്ലേ? അങ്ങനെ ഈ വർഷത്തെ ഓണപ്പൂക്കളാണ് ഈ കാണുന്നത്. അത്തപ്പൂക്കളെ ഞാനും വെച്ചും കൂടി ഇറ്റു. ഓണപ്പൂക്കൾ അഭിമാനം കൂടി അപ്പൂസും. ഞാന് കിച്ചണില് സദ്യവട്ടത്തിന്റെ കാര്യങ്ങള് പരിപാടികൾ നോക്കുകയാണ് ഗൈസ്.
പൂക്കളം 2024. അതെ. അപ്പൊ ഞങ്ങളെ അപ്പൊ അപ്പൂസും പൂക്കളെ സെറ്റ് ചെയ്യാനല്ലേ ഒരു ഐഡിയ ഇല്ലാണ്ട് ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്തു. ഒരു ഐഡിയ ഇല്ലാണ്ട് ഇട്ടൊരു സാധനമാണ്. രണ്ട് പൂവുണ്ടെന്നുള്ളത് അത് വരെ ഞങ്ങൾ ഇതാകുന്നത്. അപ്പൊ അല്ലെങ്കിൽ പാൽക്കാടയുടെ മുകളിൽ വെച്ച് അച്ചു പോലെ പാൽപ്പേടയുടെ മുകളിൽ വെച്ച അച്ഛൻ നേരില്ല. അപ്പൊ ഗൈസ് ഇതാണ് ഞങ്ങളുടെ തിരുവോണ പൂക്കളം. രാത്രി പുലർച്ചെ ഞങ്ങൾ ഇട്ട ഒരു പൂക്കളം. അപ്പൊ ഗൈസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അതിനടിയിൽ കമന്റ് ഇടണം. അപ്പൊ ഗൈസ് അപ്പൊ ഇനി നാളെ തിരുവോണം. നാളെ കാലത്ത് ഉറങ്ങി എണീറ്റിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാലത്ത് ഞങ്ങൾ ഉറങ്ങിയിട്ട് കാണിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഹാപ്പി ഓണം. എല്ലാവർക്കും നേരെ വെളുത്തു ഹാപ്പി ഓണായി. ചിലപ്പോ ഇത് ഉത്രാടത്തിന്റെ വീഡിയോയിൽ വെക്കും, അല്ലെങ്കിൽ ചിലപ്പോ രാവിലത്തെ വീഡിയോയിൽ വെക്കും, ഒന്നും അറിയില്ല. പിന്നെ ആദ്യം അപ്പൊ ആദ്യം എനിക്കും അല്ലെങ്കിൽ വിളിക്കായിരുന്നു, അല്ലെങ്കിൽ ഒക്കെ നമുക്ക് വിളിക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി ഇവിടെ ഒരു 2-3 പോസിൽ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. അപ്പൊ നാളെ സെറ്റാണ് ഓണം. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റുന്നവരൊക്കെ ആഘോഷിക്കുക. വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ. അത് പിന്നെ ഇനി കാത്തിരിക്കണമെങ്കിൽ അടുത്ത പോലെ വരണ്ട. അപ്പൊ നാളെ ശ്രദ്ധിക്കുമ്പോഴേക്കും നാളെ